എല്ലാവർക്കും ഹംദാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഹംദാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഹംദാസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വടക്കിലുക്കം കേട്ട പള്ളിക്കൂടം. രാജ്യത്തെ തന്നെ ആദ്യ പെൺ പള്ളിക്കൂടമാണ് 200 വയസ്സിലെത്തിയ കോട്ടയം ബേക്കർ ഗേൾസ് സ്കൂൾ. സ്ത്രീ സമത്വവും സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും സജീവ ചർച്ചയായ ഇക്കാലത്ത് മറന്നു പോകരുതാത്ത ഒന്നാണ് രാജ്യത്തെ ആദ്യ പെൺ പള്ളിക്കൂടത്തിന്റെ പിറവി. 200 വർഷങ്ങൾക്ക് മുമ്പ് ആ നിശബ്ദ വിപ്ലവം നടന്നത് കേരളത്തിലായിരുന്നു, നമ്മുടെ കോട്ടയത്ത്. പെണ്ണുങ്ങൾക്ക് സമൂഹം ഒരുപാട് അതിരുകൾ വരച്ചു വച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ചെങ്കോലുമായി കേരളത്തിലെത്തിയ കേണൽ മൺറോയാണ് ആ ആശയം പങ്കുവച്ചത്. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ നവധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്ഥാപനം വേണം. വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ അനവധി സംഭാവനകൾ നൽകിയ ചർച്ച് മിഷണറി സൊസൈറ്റി ഇന്ത്യയിലേക്ക് അയച്ചത് 3 മിഷണറിമാരെയായിരുന്നു. അതിലൊരാളായ ഹെൻറി ബേക്കർ സീനിയറിന്റെ ഭാര്യ മിസിസ് ഹെൻറി ബേക്കറിനാണ് മൺറോ സാഹിബിന്റെ ആശയം പ്രാവർത്തികമാക്കാൻ അവസരമുണ്ടായത്. അങ്ങനെ 1820 കോട്ടയം ചാലുകുന്നിലെ ബേക്കർ ബംഗ്ലാവിലെ ഒരു കൊച്ചുമുറിയിൽ 12 വയസ്സ് തികയാത്ത 6 പെൺകുട്ടികളുമായി ഒരു കൊച്ചു വിദ്യാലയം പിറവിയെടുത്തു. വിദ്യാർത്ഥിനികളുടെ താമസം ബംഗ്ലാവിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം നിർത്തിപ്പോകരുതെന്ന ഉദ്ദേശമായിരുന്നു ഈ സൗകര്യം ഒരുക്കിയതിനു പിന്നിൽ. അക്കാലത്ത് ഒരാളുടെ താമസത്തിനും പഠനത്തിനുമായി ചെലവഴിച്ചിരുന്നത് 16 രൂപയാണ്. മിസിസ് ബേക്കറിന്റെ പരീക്ഷണം പാളിയില്ല. അല്പകാലങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികളുടെ എണ്ണം 40 കടന്നു. MT തോമസ് ആയിരുന്നു സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ. മിസിസ് ഹെൻറി ബേക്കറിന്റെ മരുമകൾ മിസിസ് ഹെൻറി ബേക്കർ ജൂനിയറും അവരുടെ മകൾ മിസ് മേരി ബേക്കറും പിൽക്കാലത്ത് സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തു. മിസ് മേരി ബേക്കറിന്റെ കാലത്താണ് മദ്രാസ് വിദ്യാഭ്യാസ വകുപ്പ് ലോവർ സെക്കൻഡറി സ്കൂൾ പദവിയിലേക്ക് ബേക്കർ സ്കൂളിനെ ഉയർത്തിയത്. ബേക്കർ കുന്നിലെ ശില്പ സൗന്ദര്യം തുടിക്കുന്ന കെട്ടിടത്തിലേക്ക് 1903 സ്കൂൾ മാറ്റി. 1905 ഹൈസ്കൂളാക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.